ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്ന് കാച്ചിൽ, ചേമ്പ്, ചേന, കപ്പ എല്ലാം കൂടി ഇട്ട് പുഴുങ്ങിയ ഒരു പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഇതാ ഞാൻ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ മിക്സഡ് ആയിട്ടുള്ള പുഴുക്ക് കഴിക്കുന്നത്. വീട്ടിൽ കപ്പയും ചക്കയൊക്കെ പുഴുങ്ങുമെങ്കിലും ഇങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ അമ്മ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പുഴുക്ക് ചായക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അധികം ആരും പുഴുക്കൊന്നും ഉണ്ടാക്കി കാണാറില്ല കേട്ടോ പഴയ പോലെ. അങ്ങനെ നുറുക്കിയെടുത്ത കഷ്ണങ്ങളെല്ലാം നല്ല വൃത്തിയായി കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇനി കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പീസ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു 3-4 കഷ്ണം ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ ഈ ജസ്റ്റ് ഇത് എല്ലായിടത്തേക്കൊന്നും ആവാൻ വേണ്ടിയിട്ട് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം പതുക്കെ ഒന്ന് ഇളക്കി എല്ലാം മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണോ പാകം അതിനനുസരിച്ച് കഷ്ണങ്ങൾ ഉടച്ചെടുക്കുക. അങ്ങനെ എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ള പുഴുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചായയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.